കൊച്ചിയിൽ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ മുഖ്യപ്രതി നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുകയാണ് പോലീസ്. വ്യാജരേഖ പ്രിന്റ് എടുത്ത് നൽകിയ സ്റ്റുഡിയോ ഉടമകളെയും ചോദ്യം ചെയ്യും. നജീബിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നത്. ലാൽ, അതിന് മറ്റൊരു വശം, ഒരു ഇരയുടെ കാര്യം പറയുകയായിരുന്നു ശ്രീകുമാരൻ. അങ്ങനെ ഈ തട്ടിപ്പ് അത് നമ്മുടെ ഈ കോക്കസിൽപ്പെട്ടവരാണോ എന്ന് നമ്മുടെ അല്ല, ഈ കോക്കസിൽപ്പെട്ടവരാണോ ആ 34-കാരനെന്നറിയില്ല. അങ്ങനെ എത്ര കോക്കസുകളുണ്ടെന്നറിയില്ല, എത്ര ഇരകളുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല, എത്രത്തോളം പേർ അതുപോലെ നരകയാതന അനുഭവിക്കുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വിശാലമായ ആഴത്തിലും പരപ്പിലുമുള്ള വലിയ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ആ കേസ്. അതിലെ ആ വഴിക്കൊക്കെ പോകുന്നുണ്ടോ ലാൽ? തീർച്ചയായിട്ടും ഹാഷിമി പറഞ്ഞതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഈ നജീബ് എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ബുദ്ധി കേന്ദ്രം, അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇത് എന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. ഇയാളുടെ പിന്നിൽ കൃത്യമായ ആളുകളുണ്ട്. അത് ഉന്നത ബന്ധങ്ങളുള്ള ആളുകളുണ്ടാകാം, ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ പോലും ഉണ്ടാകാം. അതുകൂടാതെ ഇയാളുടെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാകാം. ആ നെറ്റ്വർക്കിൽ ഒരു കണ്ണി മാത്രമാകാം ഇയാൾ എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു മുഖ്യപ്രതി എന്നല്ല, ആ മുഖ്യപ്രതിയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതി എന്ന രീതിയിലാണ് പോലീസ് ഇയാൾ സംശയിക്കുന്നത്. നിലവിൽ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള മേഖലയിൽ പോലും 5 കേസുകൾ ഇയാൾ തന്നെ ഇടപെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ ഇനിയും പുറത്തറിയപ്പെടാത്ത ഒട്ടനവധി സംഭവങ്ങളുണ്ട് എന്ന കാര്യം കൂടി പോലീസ് അനുമാനിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപം നൽകിയിരിക്കുന്നത്. ഓരോ ജില്ലയിലുമുള്ള അന്വേഷണ സംഘത്തിന് പുറമെയാണ് സംസ്ഥാന തലത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നജീബിനെ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. അത് ഒറ്റയ്ക്കിരുന്ന് ചോദ്യം ചെയ്യുന്നതിന് പുറമെ നിലവിൽ ഇയാളുടെ സഹായികളായിട്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3-4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. അവർക്കൊപ്പം വരുത്തിയും ചോദ്യം ചെയ്യൽ നടത്തും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കൽ മേഖലകളിൽ, പക്ക റൂറൽ മേഖലകളിൽ അവിടെയുള്ള ഫോട്ടോസ്റ്റാറ്റ് കടകൾ പോലുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇയാളുടെ ഏജന്റുകൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അത്തരത്തിൽ ആരൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിശദമായ അന്വേഷണത്തിന് നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.